വരുന്ന വഴിയിൽ കണ്ട ചില ചെറിയ ഗ്രാമങ്ങളാണ്, കടകളും ഒക്കെയുള്ള ഗ്രാമങ്ങളാണ് നമ്മൾ അങ്ങ് ദൂരെ ആ സൂര്യപ്രകാശത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ നിന്നാണ് നടന്നു വരുന്ന വഴിയാണത്, ഇങ്ങോട്ട് നടന്നു വന്ന വഴിയാണ്. ആ വഴി സൈഡിൽ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ചെറിയ താഴ്വരയിൽ കൂടി ഒരു ചെറിയ വഴി ഇങ്ങനെ വരുന്നത് കാണാം, ആൾക്കാർ കയറി വരുന്നത് കാണാം. ആ വഴിയാണത്, ഇങ്ങനെ വരുന്നു. ഇവിടം വരെ എത്തി. ഇവിടെ വരുമ്പോൾ ഒരു ചെറിയ ആശ്രമം ആണ്, ഒരു അമ്പലമുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങറ്റം വരെ ഇത് ക്ലീൻ ചെയ്യാൻ ആളുണ്ട് എന്നാണ്. മിക്കവാറും എല്ലാം തന്നെ അപ്പോ ഈ കുതിരച്ചാണകം നിറയെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ അവരുണ്ട്, കുതിരച്ചാണകം ഉണ്ട്. അപ്പോൾ ഇത് ആശ്രമമാണ്. ഈ ഒരു ആശ്രമം ഇങ്ങനെ വന്നാൽ ഇവിടെ പലരും കയറി, ഈ വരുന്ന തീർത്ഥാടക പലരും കയറി ഇത് ഇവിടെ ദർശനം നടത്തിയിട്ടാണ് പോകുന്നത്. ഇവിടെയുള്ള ഈ പട്ടികൾ, ഇത് പട്ടിയാണ് ആൾക്കാർ വല്ലതും കൊടുക്കുന്ന കേസ്. നല്ല ജഡയുള്ള പട്ടികളാണ്. കാരണം അവർക്ക് ഈ മഞ്ഞിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, മഞ്ഞിൽ നിന്ന് തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രകൃതി തന്നെ കൊടുത്തിരിക്കുന്നതാണ്. നല്ല ജഡയുള്ള, ദൂരെ നമ്മൾ കണ്ടാൽ വല്ല കരടിക്കുട്ടിയാണോ മറ്റേതെങ്കിലും മൃഗങ്ങളാണോ തോന്നും. അത്തരത്തിലുള്ള പട്ടികളാണ് നമ്മുടെ ഈ മലമുകളിൽ നടന്നു പോകുന്ന വഴിയിലെല്ലാം കാണാൻ കഴിയുന്നത്. നിറയെ ജഡയാണ്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിൽ ഗർവാൾ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ 3291 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് യമുനോത്രി ക്ഷേത്രം. ഋഷികേശ്, ഹരിദ്വാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഒരു ദിവസം മുഴുവനും ഉള്ള യാത്ര, ഒരു ദിവസത്തെ യാത്രയാണ് യമുനോത്രി ക്ഷേത്രത്തിലേക്ക്. ഒരു ദിവസം വാഹനത്തിൽ യാത്ര ചെയ്താൽ മാത്രമേ യമുനോത്രി ക്ഷേത്രത്തിലെത്തൂ. ഹനുമാൻ ചട്ടിയിൽ പട്ടണത്തിൽ നിന്ന് 13 കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട്. എന്നാൽ ജാംഗീർ ചട്ടിയിൽ നിന്നും 6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഞങ്ങൾ ജാംഗീർ ചട്ടിയിൽ നിന്നുമാണ് നടക്കാൻ തുടങ്ങിയത്. 6-6.5 കിലോമീറ്ററാണ് ഞങ്ങൾ കയറിയത്. 18ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ക്ഷേത്രമെന്ന ഈ യമുനോത്രി ക്ഷേത്രമെന്നാണ് വിശ്വസിക്കുന്നത്. ഞങ്ങൾ ആ ക്ഷേത്രം കാണാനും അവിടെ ദർശനം നടത്താനും എന്ന ആ ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ഈ മല കയറുന്നത്. 18ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു, അന്ന് നിർമ്മിച്ചതാണ്. 19ാം നൂറ്റാണ്ടിൽ ചില കേടുപാടുകൾ വന്നതിനാൽ അത് നവീകരിച്ച് നിർമ്മിക്കുകയുണ്ടായി എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കൊക്കെ ഈ കേടുപാട് വരുന്നത് മഞ്ഞ് വീഴ്ചയും വെള്ളപ്പൊക്കവും ഉണ്ടാകുമ്പോഴാണ് ക്ഷേത്രത്തിലെ കേടുപാട് വരുന്നത്. എന്തായാലും 18ാം നൂറ്റാണ്ട് മുതൽ ദർശനം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് യമുനോത്രി ക്ഷേത്രം. അങ്ങോട്ടേക്കാണ് ഞങ്ങളുടെ ഈ മലകയറ്റം. സൂര്യപുത്രിയാണ് യമുന, യമദേവതന്റെ സഹോദരി. യാമി എന്ന മറ്റൊരു പേരുകൂടിയുണ്ട്. അങ്ങനെയാണ് യമുന എന്ന പേര് ലഭിച്ചത് എന്നുള്ളൊരു വിശ്വാസം. ഗംഗയിൽ എന്നതുപോലെ തന്നെ യമുനയിലും സ്നാനം ചെയ്യുമ്പോൾ പാപങ്ങൾ മുഴുവനും ഇല്ലാതാകുമെന്ന വിശ്വാസമാണ് ഹിന്ദു വിശ്വാസപ്രകാരം ഉള്ളത്. കാളിന്ദി പർവ്വതത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതിനാൽ കാളിന്ദി എന്നും യമുനാ നദി അറിയപ്പെടുന്നുണ്ട്. ആ തരത്തിലുള്ള പേരും അറിയപ്പെടുന്നു. എന്താണ് കാളിന്ദി നദിയിൽ നിന്നാണ്, പർവ്വതത്തിൽ നിന്നുമാണ് ഇത് ഉത്ഭവിക്കുന്നത്. കാളിന്ദി പർവ്വതത്തിന്റെ താഴ്വരയിൽ യമുനാ നദിക്കരയിലാണ് യമുനോത്രി ക്ഷേത്രം. അവിടെ ഞങ്ങൾ ആ ക്ഷേത്രം കാണുക എന്ന ലക്ഷ്യത്തിലാണ് നടന്നു നീങ്ങുന്നത്. കറുത്ത മാർബിൾ ശിലയിലാണ് ദേവി പ്രതിഷ്ഠ. ദേവിയുടെ ഈ കറുത്ത മാർബിൾ പ്രതിഷ്ഠയ്ക്ക് സമീപത്തായിട്ട് തന്നെ വെളുത്ത മാർബിൾ ശിലയിൽ ഗംഗാദേവിയുടെയും പ്രതിഷ്ഠ ഉണ്ട്. ലങ്കാദഹനം കഴിഞ്ഞ് ഹനുമാൻ വാലിലെ തീ കെടുത്താനെത്തിയ ബന്ദേർ പുഞ്ച് യമുനോത്രി ക്ഷേത്രത്തിന് സമീപമാണെന്നാണ് വിശ്വാസം. ശൈത്യകാലമാകുന്നതോടെ ക്ഷേത്രം അടയ്ക്കും. ദീപാവലി കഴിഞ്ഞ് 2ാം നാളിലാണിത്. ആ ദിവസം 2ാം നാൾ കഴിയുമ്പോൾ, ദീപാവലി കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ക്ഷേത്രം അടയ്ക്കും. വിഗ്രഹങ്ങൾ അന്ന് പല്ലക്കിൽ എഴുന്നള്ളിച്ച് കർസാലി ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകും. പിന്നീട് ഏപ്രിൽ മെയ് മാസമാകുമ്പോൾ അക്ഷയതൃതീയ നാളിലാണ് തിരിച്ചെത്തുന്നത്. ശൈത്യത്തിൽ നടയടയ്ക്കാനും മാസങ്ങൾ കഴിഞ്ഞ് നട തുറക്കുന്നതും ജനസഹസ്രങ്ങൾ പങ്കെടുക്കുന്ന ഭക്തിസാന്ദ്രമായ ചടങ്ങാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും
നമുക്കതൊന്നും കാണാൻ കഴിയില്ല. നമുക്കൊന്ന് ക്ഷേത്രത്തിലൊന്ന് ഇപ്പോൾ അവസ്ഥയിൽ ക്ഷേത്രം കാണുക. എന്തായാലും മഞ്ഞു മൂടിയ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് നമ്മൾ യാത്ര തുടരുന്നത്. കഠിനമായ മല കയറ്റമാണ്. പലരും ട്രോളിയിലും കുതിരപ്പുറത്തുമാണ് വരുന്നത്. നമ്മൾ ട്രോളിയിൽ വരുന്നവരെ കാണാം, അതുപോലെ കുതിരപ്പുറത്ത് വരുന്നവരെയും നമുക്ക് കാണാം. ആ ട്രോളി വളരെ ചടുലമായി അവർ ഓരോ കറക്റ്റ് കാലുകൾ വെച്ച് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അവർക്ക് ക്ഷീണമുണ്ടാവും. മാത്രമല്ല മുന്നോട്ട് പോകാൻ പാടായിരിക്കും. അവർ സ്ഥിരം പരിശീലനം, അവർ പ്രവർത്തിച്ച് പരിശീലനം വന്നവരാണ്. അതുകൊണ്ടാണ് ട്രോളിയിലും കുതിരപ്പുറത്തുമായിട്ട് പോകുന്നവർ. ഞങ്ങൾ നടന്നു തന്നെയാണ് കയറിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വ്യക്തമായ എല്ലാ ദൃശ്യങ്ങളും കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഈ കാണുന്ന കുട്ട ട്രോളിയാണ്. ഒരാളിനെ ചുമലിൽ ചുമന്നുകൊണ്ട് വരുന്ന ഒരു പ്രത്യേകതരം കുട്ടയാണ്. അത് തോളിൽ തൂക്കി ചുമന്നുകൊണ്ടൊരു ഒരാളിനെ ചുമക്കുന്നതാണ്. നടക്കണം. ഇത് കുതിരയ്ക്കും കുതിരക്കാർക്കും ഒരു വിശ്രമത്തിനുള്ള ഒരു സ്ഥലമാണ്. വളരെ എല്ലാവരും നല്ല വിശ്രമത്തിന്, കുതിരയൊക്കെ ഒന്ന് ഇത്രയും മല കയറി വന്നതിന്റെ വിശ്രമത്തിലാണ്. അങ്ങനെ കുതിരയ്ക്കും കുതിരക്കാർക്കും വിശ്രമമാണ്. അവർ കൂടെ നടന്നു വരുന്നവരാണ് ഈ കുതിരക്കാരെല്ലാം. മാത്രമല്ല ഇവിടെ വേറൊരു അത്യാവശ്യം ചായ, വെള്ളം എല്ലാം ഇവിടെ കിട്ടും, സ്നാക്സ് എല്ലാം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ്. മാത്രമല്ല തിരിച്ചിറങ്ങി വരുന്നവരും ഇവിടെ ഒരു കൺജക്ഷനാണ്. കാരണം തിരിച്ചിറങ്ങി വരുന്നവരും വരുന്നുണ്ട്. അതായത് രാവിലെ പോയവരെല്ലാം തിരികെ വരുന്നുണ്ട്. അപ്പൊ ആ തിരികെ വരുന്നവരും ഇതിന്റെ കൂടെ തന്നെ കൊണ്ട് കുതിരകൾ ഇവിടെ വളരെ വിശ്രമത്തിലാണ്. കുതിരകളെല്ലാം വിശ്രമത്തിലാണ്. ഇത്രയും കുതിരകൾ അവിടെ നിന്ന് ആൾക്കാരുമായിട്ട് വന്നതാണ്. അത് പൂർണ്ണ വിശ്രമത്തിലാണ്. പിന്നെ തീരെ വയ്യാത്ത കുതിരകൾക്ക് ഇവിടെ എന്തോ പ്രത്യേക തരം ചികിത്സയോ അങ്ങനെ എന്തെങ്കിലും വിശ്രമമോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. ഒരു വയോധികൻ ഇങ്ങനെ മല കയറുന്നത് കണ്ടു. അപ്പോൾ നമ്മൾക്കൊരു കൗതുകം തോന്നി. അദ്ദേഹത്തിനോട് ചില വിവരങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നതാണ്. ഞങ്ങൾ ഏകദേശം ഒരു 5 കിലോമീറ്ററോളം നടന്ന് എത്തിയിട്ടുണ്ട്. ഇനിയൊരു 1 കിലോമീറ്റർ സംതിങ്, 1 കിലോമീറ്ററും അതിനടുപ്പിച്ചുമാണുള്ളത്. എന്തായാലും ഇത് ബ്ലൂടൂത്തൊക്കെ വെച്ച് ഇങ്ങനെ ആസ്വദിച്ചാണ് ഈ ട്രോളി പോകുന്നത്. ബ്ലൂടൂത്ത് ബോക്സൊക്കെ ഉണ്ട്. ആ ബ്ലൂടൂത്തൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ കേട്ട് അവർ ട്രോളി എടുക്കുന്നവരും ട്രോളിയിലിരിക്കുന്നവരും ആ ഗാനമൊക്കെ ആസ്വദിച്ചാണ് അവർ പോകുന്നത്. ഇതാ ഇതിൻ്റെ കഴിഞ്ഞ് ഈ മല ഇത്രയും ഇനി ഏകദേശം 1 കിലോമീറ്ററിലധികം ഉണ്ട് എന്നാണ് തോന്നുന്നത്. അത്രമാത്രം ഉയർന്ന തരത്തിലേക്കാണ്
അതിന് ടോപ്പില് നിങ്ങൾക്ക് കാണാമെന്നറിയില്ല, ടോപ്പ് വരെ എത്തണം. ടോപ്പില് ടോപ്പ് വരെയാണ്. ടോപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലം ഡൗണിലേക്ക് ഇറങ്ങണം എന്നാണ് പോയിട്ട് വന്നവർ പറയുന്നത്. എന്തായാലും ഇനിയും 1 മണിക്കൂറിലധികം വേണ്ടി വരും എന്നാണ് കരുതുന്നത്. കാരണം അത്രയ്ക്കുള്ള ഡെപ്തായിട്ടുള്ള മലകളാണ്. ആ മലകൾ ഇങ്ങനെ കുത്ത് കയറ്റം കയറണം. അങ്ങനെ ആ മലകൾ കയറിയാണ് മുകളിലത്തേക്ക്. കുതിരകൾക്ക് വിശ്രമിക്കാനുള്ളതാണ്. കുതിര വെള്ളം കുടിക്കുന്ന നല്ല ഊറ്റ് വെള്ളമാണ്, ഒറിജിനൽ വെള്ളം. അപ്പോൾ കുതിരകൾക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു പോയിന്റാണിത്. അവരവിടെ നിന്ന് കുതിരകളെ വെള്ളം കുടിപ്പിച്ചിട്ടാണ് മുകളിലേക്ക് കയറുന്നത്, തിരിച്ചിറങ്ങുന്നത്. ഈ പ്രദേശം കൂടി കടന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ യമുനോത്രിയുടെ മുകളിലെത്തുന്നു. കുറച്ച് മുകളിലെത്തുമ്പോൾ പിന്നെ കുറച്ച് ഭാഗം താഴോട്ട് നടക്കണം. കുറച്ച് ഭാഗം താഴോട്ട് നടന്ന് കയറുമ്പോഴാണ് യമുനോത്രി ക്ഷേത്രം കാണുന്നത്. എന്തായാലും നമ്മൾ യമുനോത്രി ക്ഷേത്രത്തിന് അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ ക്ഷേത്രത്തിലെത്തി ഞങ്ങൾ. ക്ഷേത്രത്തിന്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗർവാൾ ഹിമാലയത്തിന്റെ ഭാഗത്തിന്റെ പടിഞ്ഞാറ് മേഖലയിലുള്ള ക്ഷേത്രമാണ് യമുനോത്രി ക്ഷേത്രം. ആ ക്ഷേത്രമാണ് നമ്മൾ കാണുന്നത്. 3291 മീറ്റർ ഉയരത്തിൽ ചെയ്യുന്ന ഒരു ക്ഷേത്രമാണിത്. ഇവിടെ നമ്മൾക്ക് 2 നീരുറവ കേന്ദ്രങ്ങളുണ്ട്. 2 നീരുറവകളെന്ന് പറഞ്ഞാൽ അതൊന്ന് സൂര്യകുണ്ട് എന്നും അതുപോലെ ഗൗരികുണ്ട് എന്നും ഉള്ള 2 നീരുറവകളുണ്ട്. അതിന് ഗൗരികുണ്ടിൽ കുളിക്കാൻ അനുയോജ്യമായ ചൂടുവെള്ളമാണ്. ചൂടുവെള്ളത്തിൽ ഒന്ന് മുങ്ങി കുളിക്കുകയാണ്. ആവി മുങ്ങുന്നത് കാണുന്നുണ്ടായിരിക്കുമല്ലോ. നല്ല ചൂടുവെള്ളമാണ്. ഒരു ഭാഗമായി നമ്മൾ കുളിക്കാൻ പറ്റുന്ന ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം വരുന്നത് അവിടെ നടന്നാ ഇളം ചൂടുവെള്ളമാണ് ഈ സൂര്യകുണ്ടിലുള്ളത്. തീർത്ഥാടകർ മുഴുവനും ആസ്വദിച്ച് കുളിക്കുകയാണ്. പക്ഷേ ഒരുപാട് നേരം ഇവിടെ നിന്ന് കുളിക്കാൻ പറ്റില്ല. കാരണം സൾഫറിന്റെ അംശം കൂടുതലുള്ള വെള്ളമാണ് ഈ ചൂടുവെള്ളം. പ്രകൃതിയിലുള്ള അവിടെ നിന്നാണ് ചൂടുവെള്ളം ഇങ്ങനെ അങ്ങോട്ടേയിരിക്കുന്നത്. ചൂടുവെള്ളത്തിൽ തല വെച്ച് ചൂടുവെള്ളം ചൂട്.
തല മുക്കി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം കിടക്കാൻ പാടില്ല. മുക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ തിരിച്ചു കയറണമെന്നാണ് പറയുന്നത്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ക്ഷീണം വരുമെന്നാണ് പറയുന്നത്. ഒരു തരം തലച്ചുറ്റും വരും. ഞാൻ എന്തായാലും തല മുക്കി കുളിക്കാൻ പോവാം. തല മുക്കി കുളിച്ച് അതാണ് നമ്മൾ കാണുന്നത്. ഒരു നേരം കൂടി മാത്രം. ഓക്കെ, ഞാൻ കയറുകയാണ്. ഞാൻ കയറുകയാണ്. ഇത് സൂര്യകുണ്ട്. ഇവിടെ നല്ല തിളച്ച വെള്ളമാണ് ഭൂമിയുടെ ഉറയിൽ നിന്ന് വരുന്നത്. ഇവിടെ ലിനൻ തുണിയിൽ അരി വച്ച് വെള്ളത്തിൽ കുറെ നേരം മുക്കി വെച്ചാൽ അത് ചോറായിട്ട് വെന്ത് വരും. അതവിടെ ഒരു പ്രസാദമായിട്ടാണ് കാണുന്നത്. എല്ലാവരും അത്തരത്തിൽ അരി പ്രസാദമായിട്ട് വാങ്ങാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. ലിനൻ തുണിയിലാണ് പിന്നെ അരി പൊതിഞ്ഞ് ഈ വെള്ളത്തിലേക്ക് മുക്കിയിടുന്നത്. ഈ കമ്പി അഴികളിൽ കെട്ടി ഇടുകയാണ് ചെയ്യുന്നത്. താഴെ നല്ല തിളച്ച വെള്ളമാണ്. ഇത് നീരുറവ, ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന നീരുറവയാണ്. അതാണ് സൂര്യകുണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നിന്നും അരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിളപ്പിച്ച് പ്രസാദമാക്കി വാങ്ങുന്ന ഒരു വിശ്വാസം ഇവിടെ പിന്നെ വരുന്ന തീർത്ഥാടകർക്കുണ്ട്. ഞാൻ അരി തിളച്ച് വരികയാണ്. അതായത് കിഴികെട്ടി അരി കിഴികെട്ടി ഇടുകയാണ്. അങ്ങനെ അരി കിഴികെട്ടിയിട്ട് വേവിച്ച അരികൾ പ്രസാദമായിട്ട് ചോറായിട്ട് അരി കിഴികെട്ടിയിട്ട് ചോറായിട്ട് കൊണ്ടുപോവുകയാണ്. അതാണ് ഇവിടെ കാണുന്നത്. ഓരോരുത്തരും അവരുടെ അർച്ചനയായിട്ടാണ് അരി കിട്ടിയിട്ട് അത് ചോറായിട്ട് അത് വിശ്വാസമായിട്ടാണ്. തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. തിളച്ച വെള്ളമാണ്. അത്ഭുതമായ കാര്യം തന്നെയാണ്. ഇത് പ്രകൃതിയിൽ നിന്നും അത്ഭുതമായ കാര്യം തന്നെയാണ്. ഇത് ഇത്രയും ഇതിന്റെ തൊട്ടപ്പുറത്താണ്. ഇത് കുറച്ച് താഴെയാണ്. ഈ തിളച്ച വെള്ളം താഴെ ചെന്നിട്ട് കുറച്ച് തണുപ്പ് വെള്ളമായിട്ട് ചേരുമ്പോഴാണ് അവിടെ കുളിക്കാൻ പറ്റുന്ന വെള്ളമായിട്ട് മാറുന്നത്. ഇവിടെ അതിന്റെ പ്രത്യേക പൂജകളൊക്കെ നടക്കുന്ന കേന്ദ്രമാണ്. പ്രധാനമായിട്ടും പ്രത്യേക പൂജകളൊക്കെ നടക്കുന്നു. അവിടെ വന്നിട്ട് ഭക്തർ നേരെ പൂജ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് ഇരിക്കുന്ന കുറെ ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് അവിടെ ആ തിളച്ച വെള്ളത്തിൽ തിളപ്പിച്ച ചോറ് അല്ല അരി ചോറായത്. എന്നാലും പകുതി വെന്തിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് കഴിച്ചു. കാരണം പകുതിയേ വെന്തിട്ടുള്ളൂ. കാരണം അവിടെ മുക്കിയെടുത്തിട്ട് ആൾക്കാരുടെ തിരക്കായതുകൊണ്ട് അത് കുറച്ച് സമയം എടുക്കുമല്ലോ. പക്ഷെ അതിനുള്ള സമയമില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ചോറായിട്ടുണ്ട്. ഒരല്പം കൂടെ ചോറായി കഴിഞ്ഞാൽ നല്ല ചോറാണ്. അരി വേവിച്ചെടുക്കുന്നത് ആ വെള്ളത്തിലാണ് വേവിച്ചെടുത്തത്. യമുനേത്രി എന്ന് പറയുന്ന യമുനാദേവിയുടെ അമ്പലമാണ് ഈ കാണുന്നത്. യമുനാദേവി ഈ അമ്പലം ദർശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൾക്കാർ ഇത്രയും കിലോമീറ്ററുകൾ ഈ കയറ്റം കയറി വരുന്നത്. യമുനേത്രിയുടെ അമ്പലമാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട പൂജ. അവിടെ ആൾക്കാർ പൂജ കയറി വരുന്നുണ്ട്. യമുനേത്രിയിലേക്കുള്ള ജനങ്ങളുടെ യമുനാദേവി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഈ പ്രദേശത്ത് ആൾക്കാർ മുഴുവനും കാണുന്ന അവിടെയാണ് തിളച്ച വെള്ളമുള്ളത്. യമുനാദേവി ക്ഷേത്രത്തിലേക്ക് ഞാനൊന്ന് ക്ഷേത്രത്തിലേക്ക് കടക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ വിവിധ ആൾക്കാർ ക്ഷേത്രത്തിൽ പൂജ നടത്തുകയും
യമുനാമയി ടെമ്പിൾ, യമുനാമയി അമ്പലം. യമുനേത്രി, യമുനേത്രി, യമുനേത്രി. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.